എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് മനോഹർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ്. എത്രയും പെട്ടെന്ന് തന്നെ വന്ദ്രയുടെ അച്ഛനെ അമ്മയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം. പക്ഷെ സരയു ഒരു തടസ്സമാണ്. സരയു എന്ന തടസ്സം നീക്കിയാൽ മതിയാവുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളുമായിട്ട് നേരെ ശാരിയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. ശാരിയുടെ അരിയിൽ ചെന്നിട്ട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ അറിയാലോ, നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് രക്ഷിക്കണ്ടേ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതിയാവുള്ളൂ പറയണം. ഇത് കേട്ടപ്പോൾ ശാരി ചോദിച്ചു, എന്താടാ ഞാൻ ചെയ്യണ്ടേ? അതെ, ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടനുണ്ടല്ലോ, നിങ്ങളുടെ ഭർത്താവ്, അയാളാണ് എൻ്റെ അച്ഛനെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനെ കാണാനായിട്ട് വന്ദനയുടെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം. ഇങ്ങോട്ടേക്കോ? അതെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛന് വയ്യാതെ ഇപ്പൊ കിടപ്പിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവര് കാണാനായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ സഹകരിച്ച് നിൽക്കണമെന്ന് പറയാം. എടാ മനോഹറെ, ഞാനോ? പിന്നെ അല്ലാതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെയൊക്കെ സഹകരിച്ച് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് മോൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ശാരി ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തിനും ഞാൻ സമ്മതോടാ, കാരണം മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. എങ്ങനെയെങ്കിലും നിന്റെ കുടുക്കിൽ നിന്ന് എന്റെ മോളൊന്ന് രക്ഷപ്പെടുമല്ലോ, അതിനു വേണ്ടി എന്ത് ത്യാഗം സഹിക്കണം ഞാൻ തയ്യാറാന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടോളാൻ പറയണം. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ശാരിയോട്. ശാരി അങ്ങനെ എല്ലാം സമ്മതിച്ചു. പിന്നീട് മനോഹർ നേരെ സരുവിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. സരുവിന്റെ അടുത്ത് ചെന്നിട്ട്, മോളു നമുക്കൊന്ന് പുറത്ത് പോയാലോന്ന് ചോദിക്കണം. പുറത്ത് അതെന്താ പരിപാടി എന്ന പ്രത്യേകത? കുറച്ച് ദിവസമല്ലേ മോളിനും കൂടെ പുറത്തൊന്ന് പോയിട്ട്, അപ്പൊ ഇടയ്ക്കൊക്കെ മോളും കൊണ്ടൊന്ന് പുറത്ത് പോകണ്ടേന്ന് ചോദിക്കും. എൻ്റെ കൂടെ വരണമെന്ന് മോളുവിന് ആഗ്രഹമൊന്നും ഇല്ലെന്ന് ചോദിക്കും. അതെന്ത് വർത്താനാ മനുവേട്ട പറയണേ? എനിക്കിവരെ ആഗ്രഹമില്ലേ? മനുവേട്ടൻ ഇപ്പൊ ഭയങ്കര തിരക്കാളെന്ന് കരുതിയിട്ടാ ഞാൻ മനുവേട്ടനെ ശല്യം ചെയ്യാറുണ്ടെന്ന് പറയാം. അതൊന്നും സാരമില്ല, ഒരു കാര്യം ചെയ്യാം, മോള് വൈകുന്നേരം ഒരുങ്ങിയിരിക്കുക, ഞാൻ മോളുവിനെ കൊണ്ട് പുറത്തേക്കൊന്ന് പോകാന്ന് പറയണം. ശരിയെന്ന് പറയാ. ഇത് കേട്ടപ്പോ സരുവിന് ഭയങ്കര സന്തോഷമായി. കാരണം കുറച്ച് നാളായി മനുവേട്ടൻ തന്നെ ഒന്ന് പുറത്തൊന്ന് കൊണ്ടുപോയിട്ട്. അപ്പൊ ഇന്നലെ അവര് അവസരം കിട്ടിയിരിക്കുകയാണ്. തന്റെ മനുവേട്ടൻ സ്നേഹമുള്ളവനാ, തന്നെ സ്നേഹിക്കുന്ന പോലെ ആരും ഒരു ഭർത്താവ് ഒരു ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെ ഓർത്ത് സരിയു വൈകുന്നേരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയം മനോഹർ നേരെ വന്ദ്രയുടെ വീട്ടിലേക്ക് ചെല്ലുന്നേ. വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് തന്റെ അച്ഛനെ പറ്റി അപകടത്തെക്കുറിച്ചൊക്കെ പറയണം. എന്നിട്ട് പറഞ്ഞു, അതെ, അച്ഛനെ വരാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ വീട്ടിലേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം വന്ദ്ര പറഞ്ഞു, അതിനെന്താ, ഞങ്ങൾ വീട്ടിലേക്ക് വരാം, ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മനോഹർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങളെ എപ്പോഴാന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പോലെ വന്നാൽ മതി, പിന്നെ വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മനോഹർ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം മനോഹർ പോയ ഉടനെ വരുൺ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് രാഘവൻ പറഞ്ഞു, എന്നാലും കൊള്ളാം, അവനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു, ഇതെങ്ങനെ സാധിക്കുന്നു പറയണം. ഇത് കേട്ടവൻ വരുൺ പറഞ്ഞു, അങ്ങനെയല്ലേ അവനെ ഓരോ പെൺകുട്ടികളെ വീഴിക്കുന്നേ, അവന്റെ അഭിനയം കണ്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനലെ വെല്ലുന്ന അഭിനയമുള്ള കാഴ്ച വെക്കണേ. ഇപ്പം നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന എങ്ങോട്ടേക്കാന്നറിയാവോ? ആ, അവളുടെ വീട്ടിലേക്കാ, സരുവിന്റെ വീട്ടിലേക്കാ, അവന്റെ ഭാര്യ വീട്ടിലേക്കാന്ന് പറയണേ. ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് സുഗന്ധി പറഞ്ഞു, എന്തായാലും കൊള്ളാലോ, അവൻ എന്ത് ധൈര്യം ഉണ്ടായിട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കാം. അമ്മേ, നമ്മൾ അഭിനയിക്കാൻ ഇറങ്ങി തിരിച്ചറില്ലേ, അപ്പൊ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കാം. അവന്റെ കയ്യിൽ നിന്ന് കുറേ കൂടെ വാങ്ങിച്ചെടുക്കാണ്ട്, അതൊക്കെ വാങ്ങിച്ചെടുത്ത് അവനെ പാപ്പരാശി ആക്കിയിട്ട് വേണം ഇനി നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ നടത്താമെന്ന് പറയാം. ഇങ്ങനെ പോയിട്ടുണ്ട്, അധികം വൈകാതെ എന്റെ നിതയുടെ കല്യാണം നടത്താനുള്ള സ്വർണവും പണവും, അത് മാത്രമല്ല അതിനേക്കാൾ ഉപരി ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കിട്ടും. ഇനിയിപ്പോ ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയാണ്. രാഘവൻ പറഞ്ഞു, അത് ശരിയാ, കുറച്ച് നാളും കൂടി ഇങ്ങോട്ടേക്ക് അങ്ങനെ അങ്ങോട്ട് പോട്ടെ, അവൻ കുറച്ച് പെൺകുട്ടികളെയൊക്കെ ഇട്ട് പട്ടം കറക്കിയതല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് വരും നേരെ കല്യാണിയെ വിളിക്കുകയാണ്. കല്യാണിയെ വിളിച്ചിട്ട് മനോഹർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വൈകുന്നേരം നിങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് പോരാൻ പറയണം, അവനിട്ടുള്ള പണി നമുക്ക് അടുത്ത പണി നമുക്ക് കൊടുക്കാന്ന് പറയണം. അങ്ങനെ വൈകുന്നേരം ആവാൻ വേണ്ടി അവർ കാത്തിരിക്കുക. ഈ സമയത്ത് സരിയു നന്നായിട്ട് ഒരുങ്ങി പുറത്തു പോവല്ലേ. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശാരി വരുന്നത്. ശാരി വന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മടി ചോദിച്ചു, അല്ല മോളെ, നീ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കണം. ഞാൻ മനുവേട്ടൻ്റെ കൂടെ പുറത്തു പോവാ. മോളെ, പുറത്തു പോകുന്നത് കൊള്ളാം, പക്ഷെ ഒരു കാര്യമുണ്ട്, നീ അവന് പണവും സ്വർണ്ണമൊന്നും എടുത്ത് കൊടുത്തേക്കരുതെന്ന് പറയാം. അമ്മ എന്ത് വർത്താനാ പറയണേ, എന്റെ പണവും സ്വർണ്ണവും ഒക്കെ മനുവേട്ടൻ എന്താ ആവശ്യം? അല്ല മോളെ, നീ ഇന്നാൾ പറഞ്ഞില്ലേ ബാങ്ക് ലോക്കറിന്റെ കീ ഒക്കെ അവന്റെ കൊടുക്കുന്ന, അങ്ങനെ എങ്ങനെ കൊടുത്തേക്കരുതെന്നാ പറഞ്ഞു. ഓ, അതാണോ കാര്യം? അതൊക്കെ മനുവേണ്ടയിൽ ഉണ്ടെന്ന് പറയണേ. ഉണ്ടെന്നോ? മനുവേണ്ട അതിനകത്തു നിന്നൊന്നും എടുക്കാനൊന്നും പോകുന്നില്ല, കോടികളുടെ മനുവേട്ടന്റെ കയ്യിലേക്ക് ഇപ്പൊ തന്നെ കിട്ടിയിരിക്കുന്നത്. ഞാനും കണ്ട ആ ചെക്കും കാര്യങ്ങളൊക്കെ. പിന്നെയാണ് മനുവേട്ടന്റെ ഈ നക്കാപ്പിച്ച വേണ്ടത്, അതിൻ്റെ ഒന്നും ആവശ്യം മനുവേട്ടനില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എപ്പോഴും ഇങ്ങനെ എന്റെ മനുവേട്ടനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നെ പോലെ ഒരു പെണ്ണിനെ ഇത്ര കാര്യമായിട്ട് മനുവേട്ടൻ നോക്കുന്നുണ്ടല്ലോ, അത് എന്നെ ഭാഗ്യമെന്ന് കരുതുന്നതാളാ ഞാൻ. എന്നിട്ട് അമ്മ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും വന്നിരിക്കുന്നു. എങ്ങാനും ഇനിയിപ്പോ മനുവേട്ടന് ഇഷ്ടപ്പെടാതെ വന്ന് എന്നെ ഉപേക്ഷിച്ചിട്ട് എങ്ങാനും പോയാണ്ടല്ലോ,
ഞാൻ ആരെയും വെറുതെ വെച്ചേക്കില്ല. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട്. എപ്പോൾ നോക്കിയാലും കുറ്റപ്പെടുത്താൻ മാത്രം നിങ്ങൾക്ക് സമയമുള്ളൂ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ ശാരിക്ക് മനസ്സിലായി ഇവളോട് ഇനി കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റില്ല. അത്രയ്ക്കുള്ള അന്ധമായിട്ട് ആ മനോഹരനെ വിശ്വസിക്കുന്നുണ്ട്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. എത്രയും പെട്ടെന്ന് തന്നെ അവനും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. അങ്ങനെയാണ് തന്റെ മോളെ തനിക്ക് രക്ഷിക്കാലോ എന്നൊരു ചിന്ത ശാരിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. എന്നാൽ ശരി, മോള് പോയിട്ട് വരാനൊക്കെ പറയണം. അതിന് മനോഹറും സരയും കൂടെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങോട്ട് പോവാണ്. അങ്ങനെ അവര് പോയി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് വന്ദനയും സുഗന്ധി രാഹുവിനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ വീടും കാര്യങ്ങളൊക്കെ മനോഹർ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശാരിയാണ് പോയി കഥ തുറക്കുന്നത്. നിങ്ങൾ കയറി വരാനൊക്കെ പറയണം. പിന്നെ എന്ത് ജീവൻ എവിടെ ഇല്ലെന്ന് ചോദിക്കണം. അയ്യോ, പുറത്ത് പോയിക്കൊള്ളാം, അത്യാവശ്യമായിട്ടൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് വിളി വന്നത്. നിങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അവൻ അങ്ങനെ വിളി വന്നുകൊണ്ട് പോകാൻ പോകേണ്ട ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയില്ലെന്ന് പറയണം. ഇത് കേട്ടത് രാഹുൽ പറഞ്ഞു, ഓ അതൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ ജോലിയോട് ആത്മാർത്ഥയുള്ള ഇങ്ങനെയുള്ള ചെറുപ്പക്കാരോട് എനിക്കും താല്പര്യം എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി. അല്ല, മനോഹറിന്റെ അച്ഛൻ വയ്യാതെ കിടക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അത് വാ കാണിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. പിന്നീട് രാഹുൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഗന്ധി പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കഷ്ടമായി പോയിട്ടോ. എന്ത് പറ്റിയാന്ന് ചോദിക്കണം. പെട്ടെന്ന് രാഹുൽ പറഞ്ഞു, ആക്സിഡന്റ് ഉണ്ടായതാന്ന് പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. എപ്പോഴേത് സമയത്ത് ആക്സിഡന്റ് ഉണ്ടാന്ന് പറയാൻ പറ്റില്ലെന്ന് പറയാണ്. രാഘവൻ പറഞ്ഞു, അത് ശരിയാണ്, കാലമില്ല കാലമല്ലേ, എത്ര സൂക്ഷിച്ച് നടന്നു പറഞ്ഞാലും ചില സമയത്ത് നമുക്കിങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയാണ്. പിന്നീട് അവരിങ്ങനെ സംസാരിക്കുകയാണ്. അതിനുശേഷം രാഘവൻ പറഞ്ഞു, നിങ്ങളുടെ മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കേട്ടപ്പം രാഹുൽ പറഞ്ഞു, അവനെ ഇഷ്ടപ്പെടാത്ത ആരമുള്ളേ, അല്ലെങ്കിലും അവൻ ആ കാര്യത്തിലൊരു പ്രത്യേക കഴിവാ. അവനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് പറയണം. സുഗന്ധി പറഞ്ഞു, അത് ശരിയാ, എന്ത് നല്ലൊരു സ്വഭാവമാ. എൻ്റെ മോൾക്ക് ഇതുപോലൊരു പയ്യനെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നേ. ദേ എൻ്റെ മോളെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കണം. ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചത് പോലും എന്താണെന്നറിയാവോ, അങ്ങോട്ടേക്ക് വരാൻ കഴിയില്ലാത്തതുകൊണ്ട് ആ മോളെയും കൂടി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയണം. രാഹുൽ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു, കൊള്ളാം, എൻ്റെ മോന് നന്നായിട്ട് ചേരുമെന്ന് പറയണം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് രാഹുൽ മനസ്സിൽ കരുതി, ഇനി ഇവിടെ അടുത്ത പെണ്ണും കൂടെ ആണ്ടേ, ഇവൾ ഈ ചതി വല്ലതും അറിയുന്നുണ്ടോ, അവന്റെ ചതി. തന്റെ മോള് രക്ഷപ്പെട്ടു, ഇവളിനി കുഴിയിലേക്ക് വീഴാനായിട്ട് പോവാണ്. തനിക്ക് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ലോ. എന്ത് ചെയ്യാനാ, ചാടുന്നൊക്കെ ചാടട്ടെ, അല്ലാതെ ഇപ്പൊ തടഞ്ഞു വെക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അവനെ പോലെ ഒരു ദുഷ്ടന്റെ കൈകളിലേക്ക് ചെന്നിട്ടുണ്ട്, ഇവളുടെ ജീവിതം തീർന്നു. പിന്നെ കോടികളുടെ ആസ്തി ഉണ്ടെന്നാ പറയുന്നത്. കണ്ടിട്ടോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. വെറുതെ അല്ല അവൻ പുളുങ്കുമ്പോ തന്നെ പിടിച്ചിരിക്കുന്നത്. പിന്നീട് രാഹുൽ ബിസിനസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ രാഹുലിനോട് ചോദിക്കണേ. രാഹുൽ എല്ലാം നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നേ. പിന്നീട് രാഹുൽ പറഞ്ഞു, എന്നാണെങ്കിൽ ഇങ്ങനെ ഒരു നല്ല ബന്ധം എൻ്റെ മോന് കിട്ടിയല്ലോ. പിന്നെ കല്യാണത്തിന് മുമ്പ് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുമെന്ന് തോന്നില്ല. നട്ടലിന് ഫ്രാക്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടതും സുഗന്ധി, സാരമില്ല, മോന്റെ കല്യാണം നല്ല അതിഗംഭീരമായിട്ട് നടത്തും ഞങ്ങള്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ വേണമെന്ന്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലോ, നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ, ഭഗവാൻ തീരുമാനിക്കേണ്ട എല്ലാം എന്നൊക്കെ പറയണം. അങ്ങനെ അവർ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്ന് ആ സമയം ശാരി ചായ കൊണ്ടു കൊടുത്തായിരുന്നു. അതെല്ലാം കുടിച്ചതിന് ശേഷമാണ് അവരിറങ്ങണേ. അങ്ങനെ അവര് ഇറങ്ങി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ശാരി നേരെ രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, ഓ എന്റെ ദൈവമേ, ഇതെങ്ങാനും ഒന്ന് നടന്നു കിട്ടിയായിരുന്നെങ്കിൽ നമ്മുടെ മോള് രക്ഷപ്പെട്ടായിരുന്നു പറയാം. രാഹുൽ പറഞ്ഞു, അതിനുവേണ്ടി നീ ഒന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക, എങ്ങനെയെങ്കിലും ആ ശല്യം ഒഴിയാവാതെ ഒന്ന് പോയി കിട്ടാനായിട്ട് എന്ന് പറയാണ്. ആ സമയം വരുണും അവരൊക്കെ നേരെ എങ്ങോട്ടാ ചെല്ലുന്നത്, കല്യാണിയുടെ വീട്ടിലേക്ക് എത്തിയില്ലുവാണ്. അപ്പൊ കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കയറിയിട്ട് വേണം പോവാനായിട്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണ്. ശാരിയോ ഈ പറയുന്ന രാഹുൽ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കയറി ചെന്ന ദീപ അവരെ വിളിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. പിന്നീട് കല്യാണി ചോദിച്ചു, എന്തായി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കാം. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ അവൻ വീട്ടിൽ നിന്ന് മുങ്ങിന്ന് പറയണം. ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞ്, മുങ്ങാതിരിക്കാൻ പറ്റില്ലോ, അങ്ങനെയാണെങ്കിൽ ഭാര്യനെ കൊണ്ട് മാറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അവന്റെ ഭാര്യ അവിടെ കാണത്തില്ലേ, ഇനിയിപ്പോ അവന് ഇപ്പൊ തന്നെ വന്നോളൂ എന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വരും പറഞ്ഞു, അവൻ തിരികെ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയണം. എന്നാ ശരി, അന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപയോടും കല്യാണിനൊക്കെ യാത്ര പറഞ്ഞിട്ട് അവരും കൂടെ ഇറങ്ങുവാണ്. കല്യാണിക്ക് സന്തോഷമായി. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ മനോഹറിന്റെ നല്ല 8ന്റെ പണി തന്നെ കിട്ടും. ഇനി അധികം നാൾ താമസിക്കില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.